ആദ്യം അത് 7:30-ആയിരുന്നു, ഇപ്പം 8:30-ആക്കി. എടി റൂബി, നിനക്ക് ഈ പാതിരാത്രിക്ക് എന്നെ പോണോ? ഇച്ചാൻ കാലത്ത് കടയിൽ പോണ്ടേ? ഓ പിന്നെ കടയിൽ എൻ്റെ നാത്തൂനെ ആ തുണി മാറ്റിയിട്ടേച്ച് അവിടെ എങ്ങാനും ഇരിക്കാൻ നോക്ക്. ഇങ്ങനെ ഒത്തു കിട്ടുമ്പോഴല്ലേ അവനവൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് കാണാൻ പറ്റത്തുള്ളൂ. അതിനധികം സമ്മതിക്കണ്ടേ? അവിടെ തുള്ളിച്ചാടി നിപ്പുണ്ട്. ഇന്ന് ആനി കൊടുത്ത ആ ചാക്ക് പോലത്തെ സാരിയുടെ പേരെന്നാടി? നിങ്ങൾ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞോണ്ടിരിക്കാതെ അപ്പുറം വല്ലതും ചെന്ന് കഴിക്കാൻ നോക്ക്. എന്റെ വലിയേട്ടായി മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കുമ്പോ തൊണ്ടയിന്ന് വല്ലതും ഇറങ്ങുമോ കുഞ്ഞാഞ്ഞ്? എന്നാ നിങ്ങൾ മക്കളെ എഴുന്നേറ്റ് പോയി കഴിക്കടി. ഓ എനിക്കിപ്പോ വേണ്ട. ഓ അവർക്കിപ്പോൾ വേണ്ടെന്നേ. കാര്യം വലിയേട്ടായി നാട്ടുകാർക്കൊക്കെ എമ്പൊക്കെ ആയിരുന്നെങ്കിലും എന്നോട് വലിയ കാര്യമായിരുന്നു. അതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്നാ കാര്യം? ആള് പോയേ. എന്നാണേലും അടക്ക് കളി. പിന്നല്ലാതെ എന്നാ ആളായിരുന്നു. ആന്നേ, ഞായറാഴ്ച ആയിരുന്നെങ്കിൽ ഇതിന്റെ ഇരട്ടി ആള് കണ്ടേനെ. അതെ അതെ, ഒന്നാം തീയതി വല്ലായിരുന്നു ചുറ്റി പോയാനെ. അതെ അതെ. അയ്യോ. എടാ ബേബി, എന്നടാ എന്നാ പറ്റിയ? എടി മോളി, ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തേടി. ഇവന്റെ ഒരു ഉടുക്കത്തെ കുടി. എടി മോളി, ഓ എന്നെ കുരിയച്ചാ എല്ലാരും ഓടി വായോ. ബേബി, എടാ ബേബി, എന്നതാ നീ ഇച്ചിരി വെള്ളം ഇങ്ങെടുത്തു വാ. വെള്ളം കൊടുക്കരുത്. എടാ ഗ്യാസ് ആണെങ്കിൽ വെള്ളം കുടിക്കണം. അറ്റാക്കാണെങ്കിൽ വെള്ളം കൊടുക്കരുത്. എന്നാ ഒരു ചൂട് ചായ എടുക്കണം. ചായയൊക്കെ തിളച്ചു CPR കൊടുക്കണം. എനിക്ക് അത്ര വേദനയില്ല, കുറവുണ്ട്. എല്ലാവരും മാറി കാറ്റ് കയറട്ടെ. വേണ്ട, എനിക്കിപ്പോ വേദനയില്ല. അയ്യോ, 30 എണ്ണി കഴിയുമ്പോ വായിൽ ഊതി കൊടുക്കണം. ഓക്കേ, കം ഓൺ. എനിക്ക് വേദനയില്ലെന്ന്. എന്നാ ഈ കാണിച്ച് എല്ലാരും ഇവിടെ ഇല്ലേ? ആരെങ്കിലും കാണായിരുന്നു. ഓ, നീ വല്ലതും കഴിച്ചായിരുന്നു? ഒരു കട്ടൻ കാപ്പി മാത്രം. ഇതെന്നാ? കുമ്പളപ്പം. എത്ര നാളായെന്നറിയ ഇത് കഴിച്ചിട്ട്. എങ്ങനെയുണ്ട്? പിന്നെ എന്നൊക്കെ ഉണ്ട്? ഊതിക്കോ. അയ്യോ അയ്യോ, ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കണ്ടോ, CPRന്റെ പോടാ. ഇപ്പൊ എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ചേട്ടാ, ആംബുലൻസ് വിളിക്കട്ടെ. വൈകിട്ട് ഇച്ചിരി വാട്ടുകപ്പ കഴിച്ചായിരുന്നു. ഗ്യാസിന്റെ. ഞാൻ പറഞ്ഞില്ലേ ഗ്യാസിന്റെ ആന്ന്. അയ്യോടി ബേബിച്ചാ, ഞാൻ കൊണ്ടുവന്നുവിടാടാ. എന്നാത്തിനാ? വലിയ ഉപകാരം. കേട്ടില്ലേ, ഗ്യാസിന്റെയാ. കാലക്കി എന്റെ ഐഡിയ ആയിപ്പോയി. നിന്റെ ഐഡിയ നിന്നെ ഞാൻ കൊന്നേനെ പട്ടി. നിന്നെ എന്നാടി പൈപ്പിലെ വെള്ളം മൊത്തം തുറന്നു വിടുന്നത്? കഴിഞ്ഞില്ലേ? കയറി പോയിക്ക്. മോളെ, നമ്മുടെ കുരിയച്ചൻ മോക്കൊരു കല്യാണാലോചന പറഞ്ഞായിരുന്നേ. അവർ തൊടുപുഴക്കാരാന്നാ പറഞ്ഞത്. ചെറുക്കൻ കാനഡയിൽ നേഴ്സാണ്. നല്ല കുടുംബമെന്നാണ് പറഞ്ഞത്. നിന്നെ കാണാനൊന്ന് വന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മോളോടൊന്ന് ചോദിക്കട്ടെ, എന്നേച്ചും പറയാമെന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ച് നോക്കിയിട്ട് ഇതൊരു നല്ല കേസാണ്. ചാച്ചനേക്കാളും ലോകപരിചയവും വിദ്യാഭ്യാസമൊക്കെ നോക്കാം. മോള് ശരിക്കൊന്ന് ആലോചിക്ക്.
ഇതിലെ കുമ്പളപ്പം നിന്നുകൊണ്ട് നടന്നാൽ മതിയോ അതോ ലോകമൊക്കെ ഇറങ്ങി സുഖമായിട്ട് ജീവിക്കണമെന്ന്? അവളോട് ചേട്ടായി ഒന്ന് സംസാരിക്കേ. ഞാൻ എന്നാ പറയാനാടാവേ, ലവിൻ്റെ കേസല്ലേ. അവളോട് ആലോചിക്കാനല്ലേ പറഞ്ഞേക്കുന്നേ. അപ്പോൾ അവൾ ആലോചിക്കട്ടെന്നേ. അത് കറക്റ്റ്. ഉറങ്ങിയോടി സൗമ്യ? എടി ചാച്ച നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ പറയുന്നത്. അറിയാം, വിസ്തരിക്കണ്ട. ഒച്ച വെക്കലടി. കൊച്ചു കിടക്കുന്ന അല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞേനെ. ഞാൻ നിന്റെ മമ്മിയാ, എന്നെ പറ്റിക്കാൻ നോക്കണ്ട. എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞാൽ തീരാവുന്ന പ്രശ്നം ഇപ്പം നിനക്കുള്ളൂ. കരഞ്ഞു, നന്നായിട്ട് കരഞ്ഞു. എന്നിട്ടതങ്ങ് മറന്നു കള. ചെറുക്കനും പാർട്ടിയൊക്കെ എത്തിയിട്ടോ കുഞ്ഞോനെ. നമസ്കാരം. നമസ്കാരം. വാ കയറി വാ. എന്നാ പറ്റി? ഇത് തുറക്കത്തില്ലല്ലോ. ആ ലോക്കൊന്ന് വലിച്ചേ. ഇത് സ്റ്റക്കാ. ഒന്നുകൂടെ നോക്കി. ഇല്ലേ? ക്ഷണക്കേടാണല്ലോ കുഞ്ഞോനെ. ചുമ്മാ ഇരി. ഞാൻ അപ്പുറം വരാം. ഗ്ലാസ് ഒന്ന് താത്തിക്കേ. സ്കെയിലും എല്ലോട്ട് നോക്കണോ? ഒരു മിനിറ്റേ. നീ ടെൻഷൻ ആണ്ട, ഞാൻ നോക്കട്ടെ. ഇല്ലേ അപ്പുറം ഇറങ്ങാന്നേ, ഇതൊക്കെ സാധാരണയല്ലേ. വാ താങ്ക് യു. നന്നായി വലതുകാലം വെച്ചിറങ്ങിയല്ലോ. അതെ. എല്ലാവരും കയറിയോ? കയറുവാ കയറുവാ. വഴി കൺഫ്യൂഷൻ ഒന്നും ആയില്ലല്ലോ അല്ലേ? ഇല്ല. കുരിശുപള്ളിയുടെ അവിടെ നിന്ന് തിരിഞ്ഞാൽ ഇങ്ങോട്ട് ഒറ്റ വഴിയല്ലേ? കുരിശുപള്ളിയുടെ അവിടെ നിന്ന് ഇങ്ങോട്ട് മുഴുവൻ നമ്മുടെ കുടുംബക്കാരാ. ഹലോ, അവിടെ വിടൂ. കയറുവാ കയറുവാ.